സോ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിൽ നിന്നിട്ടാണ്. ഇതിൻ്റെ സബ് ടോപ്പിക് എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. അതെ, യങ്സ് മോഡുലസ് ആണ് ഇതിൻ്റെ സബ് ടോപ്പിക് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ, ഫൈൻ. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: എ വയർ ഓഫ് ലെങ്ത് ക്യാപിറ്റൽ എൽ ആൻഡ് റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ഈസ് ക്ലാംപ്ഡ് അറ്റ് one end. If its other end is pulled by a force F, its length increases by small letter l. If the radius of the wire and the applied force both are reduced to half of their original values, keeping the original length constant, the increase in length will become എത്രയാണെന്നാണ് ചോദ്യം. അതായത് നമ്മുടെ കയ്യിൽ ഒരു വയർ ഉണ്ട്, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ക്യാപിറ്റൽ ആറും അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആറുമാണ്. ഓക്കെ, അത് ഒരു സപ്പോർട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. വൺ എൻഡ് ഈസ് കണക്റ്റഡ് ടു എ സപ്പോർട്ട്. ഫിക്സ്ഡ് പോയിന്റിൽ ഒരു റിജിഡ് സപ്പോർട്ടിൽ നമ്മളതിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ഓൺ ദ അതർ സൈഡ് ആ ഫിക്സ് ചെയ്യാത്ത ഫ്രീ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നു. ആ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? സ്മോൾ ലെറ്റർ എൽ ആണ്. ഓക്കെ, ഇനി അവർ പറയുന്നത് മറ്റൊന്നുമല്ല, ഈ വയറിൻ്റെ റേഡിയസും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും എന്ത് ചെയ്യുകയാണ്? ഹാഫ് ആക്കുകയാണ്. അതായത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഞാൻ F/2 ആക്കുന്നു, റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താക്കുന്നു? R/2 ആക്കുന്നു. മറ്റ് പാരാമീറ്റേഴ്സിനൊന്നും എന്തില്ല? മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഉണ്ടാകുന്ന പുതിയ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ, സോ നമ്മൾക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് നമുക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നുള്ള ഇക്വേഷൻ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്ന റിലേഷൻ ഈക്വൽ ടു എന്തായിരിക്കണം? യങ്സ് മോഡുലസ് ആയിരിക്കണം. സോ ഫസ്റ്റ് കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ F by A ഓൾ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ലെങ്ത് അപ്പോൺ ഒറിജിനൽ ലെങ്ത്. സോ ചേഞ്ച് ഇൻ ലെങ്ത് എന്നുള്ളത് ഞാൻ സ്മോൾ ലെറ്റർ എല്ലും ഒറിജിനൽ ലെങ്ത് എന്നുള്ളത് ഞാൻ ക്യാപിറ്റൽ എല്ലുമായിട്ട് എടുക്കുന്നു. സോ അത് ഈക്വൽ ടു എന്തായിരിക്കണം? യങ്സ് മോഡുലസ് ആയിരിക്കണം. ആണല്ലോ? ഫൈൻ. ഇനിയും ഈ ഒരു റിലേഷൻ ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. എനെ ഞാൻ എങ്ങനെ എഴുതുന്നു? പൈ ഇൻറ്റു R² എന്ന് എഴുതുന്നു. ചേഞ്ച് ഇൻ ലെങ്ത് L ആയിട്ട് എടുക്കുന്നു. ഒറിജിനൽ ലെങ്ത് എന്നുള്ളത് എന്തായിട്ട് എടുക്കുന്നു? ക്യാപിറ്റൽ L ആയിട്ട് എടുക്കുന്നു. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? Y ആയിരിക്കണം. സോ നിങ്ങൾക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ലേ? ഓക്കെ, നൗ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും F1 ഇൻറ്റു L1 ഓൾ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു R1² times L1, that must be equal to F2 into capital L2 all divided by pi into R2² into small letter L2 എന്ന് പറയാം. ഇവിടെ ഒരു കാര്യം നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ട് വാല്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? രണ്ട് വാല്യൂസ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് മക്കളെ? ഒന്ന് ഫോഴ്സ്, രണ്ട് റേഡിയസ്. ശരിയല്ലേ? ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. ഇനിയും ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ആരാണെന്ന് പറഞ്ഞേക്കുന്നത്? ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ആണല്ലോ? ലെങ്ത് ചേഞ്ച് ചെയ്തിട്ടില്ല എന്ന് നമ്മളോട് പറയുന്നുണ്ട്. സോ ആ ഒരു റിലേഷൻ നമ്മൾ നോക്കുമ്പോൾ എന്താകും മക്കളെ? ഈ പൈയും ഇവിടുന്ന് കട്ടായി പോക്കോളും. L1ഉം L2ഉം ക്യാപിറ്റൽ L1ഉം ക്യാപിറ്റൽ L2ഉം ഇവിടുന്ന് കട്ടായി പോക്കോളും. ഇനി നമ്മളിവിടെ നോക്കുക, F1 ഡിവൈഡഡ് ബൈ R1². that is equal to into L1 ആണല്ലോ. that is equal to ഒരു കാര്യം ശ്രദ്ധിക്കണം, F2 എന്ന് പറയുന്നത് എന്താക്കിയെന്ന് പറഞ്ഞേക്കുന്നത്? F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1/2 ആക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹാഫ് ആക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? R2 എന്ന് പറഞ്ഞാൽ R1 ബൈ എന്താക്കിയിട്ടുണ്ടായിരുന്നു? R2 എന്ന് പറയുന്നത് R1/2 ആക്കിയിട്ടുണ്ടായിരുന്നു. സോ R2² എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? R1² അല്ലേ, ഡിവൈഡഡ് ബൈ എന്ത് വരും? ഡിവൈഡഡ് ബൈ മീൻസ് റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തായി? ഇവിടെ 4 എന്ന് വരും. സോ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഇതും കട്ടായിട്ട് ഇവിടെ എന്തുണ്ടാവും? 2 ഉണ്ടാവും അല്ലേ? സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മക്കളെ F1 ഇവിടുന്ന് കട്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ R1² ഇവിടുന്ന് കട്ടായിട്ടുണ്ടാവും. ഇവിടെ ഒരു L2ൻ്റെ ടേം ഉണ്ട്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും L2 എന്ന് പറയുന്നത് എന്തായി? റീഅറേഞ്ച് ചെയ്യുകയാണേ. സോ ഈ L1 ഇങ്ങോട്ട് പോകത്തില്ലേ? സോ L2 = എന്തായി? 2 times L1 എന്ന റിലേഷനോട്ട് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. സോ രണ്ടാമത്തെ കേസിൽ, അതായത്
ഫോഴ്സ് ഹാഫ് ആക്കിയതിന് ശേഷം അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ റേഡിയസ് ഹാഫ് ആക്കിയതിന് ശേഷം നടത്തുന്ന ആ ഒരു ഡിഫോർമേഷനിൽ വരുന്ന ചേഞ്ച് ഇൻ ലെങ്ത് L2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 2 ടൈംസ് L1 ആയിരിക്കും ആണല്ലോ. സോ L1 എന്ന് പറഞ്ഞാൽ എത്രയാണ് L ആണെന്നല്ലേ. സോ L2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും 2 ടൈംസ് സ്മോൾ ലെറ്റർ L എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് ഓപ്ഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഓപ്ഷൻ 4 മാച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും.